ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വൈകുന്നേരത്തിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഞങ്ങളിന്ന് വളയനാട് ദേവീക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത്. ഒരുപാട് ദിവസമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് പോകാൻ വേണ്ടിയിട്ട്. പല പ്രശ്നങ്ങളും കാരണം നമുക്ക് ഒന്നെങ്കിൽ മഴയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടീൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു നല്ല എല്ലാം കൊണ്ട് ഒത്തു വന്നു. അങ്ങനെ മോനെ സ്കൂളിൽ നിന്ന് അവൻ മേലൊക്കെ കഴുകി വന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി. വണ്ടി കയറിയ പിന്നെ രണ്ടുപേരും ഭയങ്കര കുസൃതിയാണ്. ഒരാൾ അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് തോണ്ടി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ടാളും വെറും കളിയാണ്. പിന്നെ ചാരുവിൻ്റെ കഥ പിന്നെ പറയണ്ട. അവൾക്ക് ഇങ്ങനെ ഈ ഫ്രണ്ട് ക്യാം ഓണാക്കുക, അതിലിങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുക, അതൊക്കെയാണ് അവൾക്കിഷ്ടം. അപ്പം ഞാനത് ഓണാക്കിയോണ്ടാണ് അവൾ ഇങ്ങനത്തെ കളിയൊക്കെ കളിക്കുന്നത്. ഈ ഡ്രസ്സ് ഞാൻ അടിച്ചാണ് കേട്ടോ, അവളുടെ ഈ പട്ടുപാവാട ബ്ലൗസ്. പിന്നെ കുറേ ഡ്രസ്സ് ഞാൻ അടിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. പിന്നെ അതിനിടയിൽ അവളുടെ ഉമ്മ ഞങ്ങളുടെ ഈ കളിച്ചിരിയുടെ ഇടയിൽ ഞങ്ങൾ ഈ മാങ്കാവ് എത്തിയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ലുലുവിൻ്റെ അടുത്തെത്തി ഞങ്ങൾ. ഇനി മാങ്കാവ് നിന്ന് നമ്മൾ വളയനാട് അമ്പലത്തിലേക്കുള്ള റോട്ടിലേക്ക് കയറി. അപ്പോൾ ഇനി ഞാൻ വളയനാട് അമ്മേനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. പക്ഷേ നമുക്ക് അവിടെ ഒന്നും റോഡിലൊന്നും വണ്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വടക്കേ നടേൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെയാണ് വണ്ടി വെച്ചത്. ഇപ്പം നമുക്ക് സുഖമായിട്ട് അമ്പലത്തിലേക്ക് വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ പോകാൻ എനിക്കും ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വളയനാട് കേട്ടോ. കാരണം അവിടെ എന്ന് വെച്ചാൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് നമുക്ക് അമ്മേനെ നന്നായിട്ട് കണ്ടു തൊഴാം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അമ്മേനെ എൻ്റെ തറവാട് മേത്തോട് താഴത്താണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം തൊട്ട് എന്താ പറയുക, ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും ഓരോ വിശേഷ ദിവസങ്ങളിലും അങ്ങനെയൊക്കെ ഞാൻ പോകുന്നതാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് കേട്ടോ അമ്മയായിട്ട്. മാങ്കാവ് വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ലുലു മാളിലും കൂടി കയറിയിട്ട് പോകാമെന്നാണ് അത് പറഞ്ഞത്.